ഹായ് ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അത് നമ്മുടെ ടോപ്പിക് LGS എക്സാമൊക്കെ എഴുതുന്ന കൂട്ടുകാർക്കായി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. PSC ബുള്ളറ്റിൻ സെലക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ജില്ലകളിൽ ഇൽമനൈറ്റിൻ്റെയും മോണോസൈറ്റിൻ്റെയും നിക്ഷേപം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ജില്ല. കേരളത്തിലെ ജില്ലകളിൽ ഇൽമനൈറ്റിൻ്റെയും മോണോസൈറ്റിൻ്റെയും നിക്ഷേപം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. അടുത്തതായി, ഏണസ്റ്റ് ഹെമിംഗ്വേ സാഹിത്യ നോബലിന് അർഹനായ വർഷം. ഏണസ്റ്റ് ഹെമിംഗ്വേ സാഹിത്യ നോബലിന് അർഹനായ വർഷം 1954. അടുത്ത ചോദ്യം, ദേശീയ അന്വേഷണ ഏജൻസി നിലവിൽ വന്ന വർഷം. 2009 ദേശീയ അന്വേഷണ ഏജൻസി നിലവിൽ വന്ന വർഷം. മൂന്നാമത്തെ ചോദ്യം, റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, സ്ക്രീമിംഗ് 60s നാവികർ ഈ രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുള്ള വാതകങ്ങൾ ഏത്? പശ്ചിമവാതം. 4. ലോക്സഭയ്ക്ക് ആ പേര് വന്നത് ഏത് വർഷം? 1954 ലോക്സഭയ്ക്ക് പേര് വന്നത്. 5. മാർക്ക് സുക്കർബർഗ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫേസ്ബുക്ക് ആണ്. 6. ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് പിന്നീട് ഏത് ബാങ്കിലാണ് ലയിപ്പിച്ചത്? എൻ്റെ ഉത്തരം പഞ്ചാബ് നാഷണൽ ബാങ്ക്. 7. സമ്പദ്ഘടനയുടെ ഏത് മേഖലയിലാണ് ഇൻഷുറൻസ് ഉൾപ്പെടുന്നത്? തൃതീയ മേഖല. 8. ഇന്ത്യയും ചൈനയും പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ച വർഷം. 1954. 9. വെർമികൾച്ചർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മണ്ണിര. 10. കോബ്ര ഫോഴ്സ് ഏതു സുരക്ഷാ ഏജൻസിയുടെ കീഴിലാണ്? CRPFിൻ്റെ കീഴിലാണ്. അടുത്ത 11. ഭാരതരത്നം ലഭിച്ച CNR റാവു ഏത് മേഖലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ശാസ്ത്രം. ഭാരതരത്നം ലഭിച്ച CNR റാവു ശാസ്ത്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്തത്, പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? റിഗർ മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? റിഗർ. അടുത്ത ചോദ്യം നോക്കാം, പീറ്റർ ഹിഗ്സ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാണ്? ഭൗതികശാസ്ത്രമാണ്. അടുത്തത്, ഇന്ത്യയിലെ ഏത് ധനകാര്യ സ്ഥാപനമാണ് വായ്പാ പണം പ്രദാനത്തെ നിയന്ത്രിക്കുന്നത്? റിസർവ് ബാങ്ക്. അടുത്ത ചോദ്യം നോക്കാം, നിർഭയ പദ്ധതിയുടെ ലക്ഷ്യം സ്ത്രീ സുരക്ഷിതത്വം. തപാൽ വകുപ്പ് പ്രോജക്റ്റ് ആരോ നടപ്പിലാക്കിയ വർഷം. 2008. ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചതാരെ? റേച്ചൽ കാഴ്സൺ. അടുത്ത ചോദ്യം, ഷിപ്കില ചുരം ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലാണ്. അടുത്തത്, ഏത് വർഷത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് 10+2+3 പാറ്റേൺ ശുപാർശ ചെയ്തത്? 1968. അടുത്ത, ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. യെലേന ഇസിൻബയേവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
പോൾ വാൾട്ട്. പോൾ വാൾട്ട്. അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ നാവിഗേഷൻ സാറ്റലൈറ്റ് IRNSS-1A. IRNSS-1A ആണ് ഇന്ത്യയുടെ ആദ്യത്തെ നാവിഗേഷൻ സാറ്റലൈറ്റ്. അടുത്ത നോക്കാം. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കിയ വർഷം 1949. 1949. അടുത്ത ചോദ്യം. തിണസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിൽ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേര്? കുറിഞ്ചി. കുറിഞ്ചി എന്നാണ്. അടുത്ത ചോദ്യം. എത്ര രൂപ നോട്ടിലാണ് ഇന്ത്യൻ പാർലമെന്റ് ചിത്രീകരിച്ചത്? 50 രൂപ നോട്ട്. 50 രൂപ നോട്ട്. അടുത്തത് 1964-66 വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ DS കോത്താരിയാണ്. ഡോക്ടർ DS കോത്താരി. അടുത്ത ചോദ്യം നോക്കാം. സിൽവർ ഫിഷ് എന്ന ജീവി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഷഡ്പദം. അടുത്ത ചോദ്യം. ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം? ന്യൂഡൽഹി. അടുത്ത ദിവസം നോക്കാം. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ സ്ഥാപിതമായ വർഷം? 1948. അടുത്ത ചോദ്യം നോക്കാം. രാജ്യത്തിൻ്റെ ഏകത, പരമാധികാരം, സുരക്ഷ ഇവയ്ക്കെതിരെ സൈബർ സാങ്കേതങ്ങളിലൂടെ നടത്തുന്ന പ്രവർത്തനം? സൈബർ ടെററിസം. അടുത്ത ചോദ്യം. സുപ്രീം കോടതിക്ക് മാത്രമായി തപാൽ വകുപ്പ് പിൻകോഡ് അനുവദിച്ച വർഷം? 2013. 2013. ഇന്ത്യയിലെ ആരാധനാലയങ്ങളുടെ സംരക്ഷണ ചുമതല വഹിക്കുന്ന ഏജൻസി? CRPF. അടുത്ത ചോദ്യം നോക്കാം. ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം? യോജന ഭവൻ. അടുത്ത ചോദ്യം. കുട്ടനാട്ടിൽ ആരംഭിച്ച തോട്ടപ്പള്ളി സ്പിൽവേയുടെ പണി പൂർത്തിയായ വർഷം? 1955. 1955. അടുത്ത ചോദ്യം. ദശാവതാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുരാണം? മത്സ്യപുരാണം. അടുത്തത്. കൊങ്കൺ റെയിൽവേയിൽ ആദ്യ യാത്രാ തീവണ്ടി ഓടിത്തുടങ്ങിയ വർഷം? 1998. അടുത്ത ചോദ്യം. വേദകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാന തൊഴിൽ? കാലി വളർത്തലാണ്. അടുത്ത ചോദ്യം. ചാതുർവർണ്ണയത്തിൽ ഏറ്റവും താഴ്ന്ന സ്ഥാനം ആർക്കായിരുന്നു? ശൂദ്രർക്കായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിത വർഷം? 1947. അടുത്ത ചോദ്യം. ശ്രാവണ ബെലഗോളയിലെ പ്രതിഷ്ഠ? ബാഹുബലി. അടുത്ത ചോദ്യം. C. രാജഗോപാലാചാരിക്ക് ആദ്യ ഭാരത രത്നം ലഭിച്ച വർഷം? 1954. അടുത്ത ചോദ്യം. വിക്രമാദിത്യ സഹസ്ര നവരത്നങ്ങളിൽ ഒരാളായിരുന്ന ശംഖു ഏത് നിലയിൽ നിപുണനായിരുന്നു? ശില്പി. അടുത്ത ചോദ്യം. നവരത്നങ്ങളിൽ ഒരാളായിരുന്ന വേതാള ഭട്ടി ഏത് നിലയിലായിരുന്നു പ്രഗത്ഭൻ? മാന്ത്രികൻ. സൂര്യ സിദ്ധാന്തം രചിച്ചതാരെ? ആര്യഭടൻ. അടുത്ത ചോദ്യം. പ്രധാനമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും സംരക്ഷണ ചുമതലയുള്ള പ്രത്യേക ഏജൻസിയായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപം കൊണ്ട വർഷം? 1985. അടുത്ത ചോദ്യം. വിത്താരി ശിലാസനവുമായി ബന്ധപ്പെട്ട ഗുപ്ത രാജാവ്? സ്കന്ദഗുപ്തൻ. അടുത്ത ചോദ്യം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് രൂപം കൊണ്ട വർഷം? 1965. അടുത്ത ചോദ്യം. ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ച വർഷം? 2010. അടുത്ത ചോദ്യം. ഗൗഡ രാജാവായ ശശാങ്കനെ പരാജയപ്പെടുത്തിയ പുഷ്യഭൂതി വംശത്തിലെ രാജാവ്? ഹർഷനാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ആണവോർജ വകുപ്പ് നിലവിൽ വന്ന വർഷം? 1954. അടുത്ത ചോദ്യം. രുദ്രാംബ ഏത് വംശത്തിലെ രാജ്ഞിയായിരുന്നു? കാകതീയ.
അടുത്ത ചോദ്യം നോക്കാം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം. എൻ്റെ ഉത്തരം 1958. 1958 അടുത്ത ചോദ്യം. ശ്രീ വിജയ സാമ്രാജ്യം പിടിച്ചടക്കിയ ചോള രാജാവ്. രാജേന്ദ്ര ചോളൻ. അടുത്ത ക്വസ്റ്റ്യൻ. ചിലപ്പതികാരത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള പാണ്ഡ്യ രാജാവ്. നെടുംചേഴിയൻ. അടുത്ത ചോദ്യം. രാവണവധം രചിച്ചതാരെ? ഭട്ടി. അടുത്ത ചോദ്യം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപം കൊണ്ട വർഷം. 1995. അടുത്ത ചോദ്യം. സിദ്ധാന്ത ശിരോമണി രചിച്ചതാരെ? ഭാസ്കരാചാര്യ. അടുത്ത ചോദ്യം. മയ്യഴിയെ ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ച വർഷം. ഉത്തരം 1954. അടുത്ത ചോദ്യം. നിഷാദചരിതം രചിച്ചതാരെ? ഉത്തരം ശ്രീഹർഷൻ. ഇത്രയും ചോദ്യങ്ങളാണ്. PSC ബുള്ളറ്റിൻ സെലക്റ്റഡ് ക്വസ്റ്റ്യനാണ്. LGS പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അപ്പോൾ നോക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു.